ഡോക്ടർ ശശി തരൂർ ഇനി എന്ന് BJPയുടെ ഭാഗമാകും എന്ന് മാത്രമാണ് അറിയാനുള്ളത്. രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. തരൂറിനെ പാർട്ടിയിലെത്തിച്ചാൽ അത് BJPക്ക് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഇനി ഒരു പ്രഖ്യാപനം മാത്രം മതിയാകും. എങ്കിലും ചില ഘടകങ്ങൾ തരൂരിനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. കേരളത്തിൽ BJPക്ക് പുല്ലുവിലയാണെന്ന് തരൂറിനറിയാം. ഇനി BJPയിൽ ചേക്കേറിയാൽ തന്റെ തട്ടകമായ കേരളത്തിലേക്കൊരു മടങ്ങിവരവില്ല എന്നും തരൂറിനറിയാം. അതേസമയം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിൽ എത്തിയ പോലെ വരും വർഷങ്ങളിൽ തലസ്ഥാനത്ത് BJPക്ക് പറ്റിയ ഓപ്ഷനാണ് ശശി തരൂർ എന്ന ചിന്ത BJPക്ക് മുന്നിലുണ്ട്. തൽക്കാലം കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് കേന്ദ്ര സർക്കാരിൽ ചില വലിയ പദവികൾ നൽകി കൂടെ നിർത്താമെന്ന് BJPയും ഓഫർ നൽകിയിട്ടുണ്ട്. പ്രത്യേക വിദേശ പ്രതിനിധി, അതുപോലെ G20 ഷെർപ്പ് എന്നീ പദവികളാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അമേരിക്കയിലെ പ്രത്യേക ഇന്ത്യൻ പ്രതിനിധിയായും ശശി തരൂരിനെ പരിഗണിക്കുന്നുണ്ട്. ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു പദവിയാണ് തരൂരിനെ ഏതായാലും കാത്തിരിക്കുന്നത്. കോൺഗ്രസിൽ വെറും MP ആയി കേരളത്തിലും ഡൽഹിയിലും മാത്രം തളയ്ക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് BJPക്കൊപ്പം നിന്ന് വലിയ പദവികളുമായി കളം വാഴുന്നതാണ് അതാണ് നല്ലതെന്ന് തരൂർ ഉറപ്പിക്കുന്നുമുണ്ട്. നേരത്തെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ ശ്യാം ശരണിന് സമാനമായ പദവി നൽകി കോൺഗ്രസ് ഒപ്പം നിർത്തിയിരുന്നു. ഇതിനു പുറമെ ES ലാംബയെ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി മാത്രം ക്യാബിനറ്റ് റാങ്കിൽ മൻമോഹൻ സിംഗ് നിയമിച്ചിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത വലിയ പദവികളാണ് തരൂറിന് മുന്നിൽ BJP ഇപ്പോൾ വച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതിനെല്ലാം പുറമെ MP സ്ഥാനം രാജിവെച്ചതിന് ശേഷം രാജ്യസഭ വഴി കേന്ദ്രമന്ത്രി പദവിയും BJP ഓഫർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിനേക്കാളും മികച്ച തീരുമാനമാണ് BJPക്ക് കൈകൊടുക്കുന്നത് എന്ന് തരൂർ ക്യാമ്പ് വിശ്വസിക്കുന്നു. അതേസമയം RSSന്റെ കടുത്ത വിമർശകനാണ് തരൂർ. അതുകൊണ്ട് തന്നെ തരൂരിനെ BJPയിൽ എടുക്കുന്നതിനെ RSS എത്രത്തോളം കാണുന്നു, എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ തരൂറിന് വേണ്ടി RSSുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മോദി തന്നെ മടിക്കില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും തരൂറിന്റെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് BJP നേതൃത്വം. കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പദവികൾ നൽകി കൂടെ നിർത്തുക എന്നതാണ് BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. അതേസമയം തരൂറിന്റെ മുന്നിൽ ചർച്ചയുടെ വാതിലടച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ശശി തരൂറിന് കോൺഗ്രസിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. കോൺഗ്രസ് MP ശശി തരൂർ BJPയുടെ സൂപ്പർ വക്താവാണെന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. BJP നേതാക്കൾ പറയാത്തതുപോലും പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി ശശി തരൂർ സംസാരിക്കുകയാണ്. മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് തരൂരിന് അറിയുമോ എന്നും കോൺഗ്രസ് ചോദിക്കുന്നു. BJP ഇന്ത്യൻ സായുധ സേനയുടെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്നും അത് തരൂർ മാത്രം തിരിച്ചറിയുന്നില്ല എന്നുമാണ് ഇന്ത്യയിൽ നിന്നുള്ള ചില MP-മാർ, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില MP-മാർ പറയുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ സുപ്രധാന സ്ഥാനം തരൂറിന് ലഭിക്കുന്നത്. 2014 കേന്ദ്രമന്ത്രി കസേരയിൽ നിന്ന് പടിയിറങ്ങിയ തരൂറിനെ ഇത്ര ഉന്മേഷവാനായി കാണുന്നതും ഇതാദ്യമാണ്. നേരത്തെ BJPയിലേക്ക് ക്ഷണിച്ച ദേശീയ നേതൃത്വം S ജയശങ്കർ കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ വകുപ്പാണ് തരൂറിന് വച്ചു നീട്ടിയത്. BJP സർക്കാരിന്റെ ഭാഗമാകാനില്ലെന്ന് പറഞ്ഞ തരൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിന് പിന്നാലെ ഭരണഘടനാ പദവി വഹിക്കാൻ താല്പര്യമുണ്ട് എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.